ഹേ ഗൈസ്, ഇതാണ് CapCut Pro. ഇത് നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സുകൾ മറ്റുള്ള ആപ്ലിക്കേഷനെ വെച്ച് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു CapCut Proയിൽ. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു VPN ആവശ്യം പോലും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CapCut Pro വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു ഇന്റർനെറ്റ് മാത്രം മതി. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഒരു ആപ്ലിക്കേഷനിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ വീഡിയോ എഫക്റ്റുകളും, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സുകളും, പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ AI ഫീച്ചേഴ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ 2-3 ടാസ്കുകളുണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് വേണം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ടും, ദെൻ നിങ്ങൾക്ക് താഴത്തെ കമന്റ് ബോക്സിൽ വർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കമന്റ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണം. ഓക്കെ, അത് നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ CapCut Pro നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് എല്ലാം ഇതിന്റെ പുതിയ വന്ന ഫീച്ചേഴ്സുകളാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പഴയ CapCutലും ഈ ഒരു ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് എന്നാലും പുതിയതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് ടൂൾസ്, ഓഡിയോ ടൂൾസ്, അവതാർ ടൂൾസ്, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് എഡിറ്റർ, പിന്നെ ഓൾ ടൂൾസിൽ ഏകദേശം 34 നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഇത് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, ഞാൻ ചില ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ന്യൂ പ്രോജക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് വന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ വീഡിയോ എഫക്റ്റുകളാണല്ലോ നോക്കിയിട്ടുള്ളത്. വീഡിയോ എഫക്റ്റ് നോക്കിയ സമയത്ത് തന്നെ ഒരുപാട് കാറ്റഗറിയിൽ നമുക്ക് എല്ലാ എഫക്റ്റുകളും നമുക്ക് ഒരു VPN ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ബേസ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ട്. അപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ തന്നെ ടിക്ടോക്കും വീഡിയോസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻലി നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഞാൻ പരിചയപ്പെടുത്തി. ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഈ വീഡിയോ എഫക്റ്റിന്റെ സൈഡിലായിട്ടാണ്. ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്ക് മറ്റുള്ള പുതിയ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള വോയിസ് ഉണ്ടെങ്കിൽ ആ വോയിസ് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ CapCut ട്രാൻസ്ക്രൈബ് ചെയ്യും. അതിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു ഫീച്ചറാണ് കേട്ടോ, പുതിയ ഫീച്ചറാണ്. അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വീഡിയോസിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. താഴത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മറ്റുള്ള പഴയ CapCut ഉള്ളതുപോലെ തന്നെ സ്പ്ലിറ്റും വോളിയം എഫക്റ്റ്, ഡിലീറ്റ്, സ്പീഡ്, ബീഡ്സ്, ക്രോപ്പ്, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്, റീപ്ലേസ്, ഓവർലേ, അഡ്ജസ്റ്റ്മെന്റ്, ഫിൽറ്റേഴ്സ്, ഒരുപാട് ഓപ്ഷൻസ്. നേരത്തെ ഉള്ള അതേ ഓപ്ഷൻസുകൾ ഒരുപാടുണ്ട്. എന്നാൽ അതില്ലാത്ത ഓപ്ഷൻസുകളും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ലിപ് സിങ്ക് ഒക്കെ വരുന്നുണ്ടോ. ഓക്കെ, ട്രാൻസ്ഫോം, ഓട്ടോ ഫ്രെയിം, അതുപോലെ തന്നെ സ്റ്റെബിലൈസറിന്റെ എക്സ്ട്രാക്ട് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഐസൊലേറ്റ് വോയിസ്, റെഡ്യൂസ് നോയിസ്, ഓഡിയോ എഫക്റ്റ്, ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട് താഴത്ത് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ. എന്നാൽ ഓരോന്ന് എടുക്കുന്ന സമയത്തും അതിന്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻസുകൾ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഓഡിയോയുടെ ഒരു സെക്ഷൻ എടുക്കുന്നു. ഓഡിയോ സെക്ഷൻ എടുത്ത സമയത്ത് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു ഓഡിയോ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ ഓഡിയോ ആയിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതന്നെ നമുക്ക് ആരാണ് സ്പീക്ക് ചെയ്യേണ്ടത്, അത് ഒരുപാട് അവതാറുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഈ ഒരു വ്യക്തിയുടെ സെലക്ട് ചെയ്തു. അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം ഈ മോർ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുറച്ച് നേരം എടുക്കുന്ന സമയത്ത് ജനറേറ്റിംഗ് ക്യാപ്ഷൻ ആൻഡ് സ്പീച്ച്, അതായത് നമ്മളുടെ ആ ഒരു ക്യാപ്ഷൻ നമ്മുടെ ഈ ഒരു വീഡിയോസിലേക്ക് ഇൻബിൽഡ് ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ക്യാപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ലൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ വോയിസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ഒരു ഓഡിയോ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുൾ ആയിരിക്കും. മറ്റുള്ള 7 ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, 7 വീഡിയോസ് ഈ ഒരു CapCut വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് ലഭിക്കാനുള്ള ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് ഒരു ആപ്ലിക്കേഷൻ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.